എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം അതായത് SSLC റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ SSLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. SSLC റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ശേഷം 1 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷമോ മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. ആദ്യഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് വെബ്സൈറ്റ് വഴി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആദ്യ സമയങ്ങളിൽ അതായത് വെബ്സൈറ്റുകളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രവേശിക്കുന്നത് കൊണ്ട് വിവിധ വെബ്സൈറ്റുകൾ ഉണ്ട് എങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് വഴി റിസൾട്ട് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. ചില സമയത്ത് പേജ് ലോഡാവാതെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം രാത്രി 7 മണി 6 മണി ആകുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ഈ ഒരു പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയണം എന്നുള്ള ആ ഒരു രീതിയിൽ പെട്ടെന്ന് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും, എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ട് അറിയാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് റിസൾട്ട് പരിശോധിക്കുക. കാരണം ആദ്യഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് ഒരുമിച്ച് അറിയാനായിട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കും കൊണ്ട് റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലഭ്യമാകണം എന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും നാളെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് മതിയോ ജയിക്കാനായിട്ട്, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്ക് മതിയോ ജയിക്കാനായിട്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ ഒരു സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1, ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി അതായത് IT എന്നിങ്ങനെ 10 സബ്ജക്റ്റിൻ്റെ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ മാർക്കല്ല ഉണ്ടാവുക, ഗ്രേഡാണ്. അതായത് SSLCയുടേത് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഏത് ഗ്രേഡ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അതായത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അതായത് A+, അതുപോലെ തന്നെ A ഗ്രേഡ്, B+, അതുപോലെ തന്നെ B ഗ്രേഡ്, അതുപോലെ തന്നെ C+, അതുപോലെ C ഗ്രേഡ്, അതുപോലെ തന്നെ D+, അതുപോലെ D ഗ്രേഡ്, അതുപോലെ തന്നെ E ഗ്രേഡ് എന്നിങ്ങനെയുള്ള ഇത്രയും ഗ്രേഡുകളാണ് സാധാരണ SSLC റിസൾട്ടിൽ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ജയിക്കാനായിട്ട് ഏറ്റവും കുറവ് വേണ്ടത് ഈ ഒരു D+ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് A+ മുതൽ ഈ ഒരു D+ വരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അതായത് ഈ ഒരു A+ മുതൽ D+ വരെയുള്ള അതായത് ഈ ഒരു ഇത്ര മുതൽ അതുപോലെ ഇത്ര വരെയുള്ള ഈ ഒരു ഗ്രേഡുകളിൽ ഏത് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ ജയിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തോൽക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത്, അത് കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. ഇനി ഒരു D+ ഗ്രേഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ തന്നെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ, അതായത് SSLC പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് നിങ്ങളുടെ റിസൾട്ടിൽ ഇതുപോലെ അതായത് ഈ ഒരു അതായത് ഈ ഒരു ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് ഡീറ്റെയിൽസ് കൊടുത്തതിന് താഴെയായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് ഇവിടെ കൊടുത്തതുപോലെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് എങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ ജയിച്ചു. അതുപോലെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഗ്രേഡ് എന്നുള്ളിടത്ത് കൊടുത്തെടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ നേരെ D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തോറ്റതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് SSLCയുടെ പരീക്ഷ എഴുതിയാൽ മതിയാകും.
ഇനി വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളോട് ഗ്രേഡ് പറഞ്ഞു, D+ ഗ്രേഡാണ് ഏറ്റവും കുറഞ്ഞത് ജയിക്കാൻ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് CE കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ 5 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 15 മാർക്ക് നിങ്ങൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ D+ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. അതായത് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100ലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. അപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് CE കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് വാങ്ങിച്ചാൽ മതി. അതായത് 30 മാർക്ക് നിങ്ങൾ നേടിയാൽ മതിയാകും. ഈ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് D+ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ ജയിച്ചതായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് A+ മുതൽ D+ വരെയുള്ള ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. എന്നാൽ നിങ്ങൾക്ക് DO അല്ലെങ്കിൽ E ഗ്രേഡോ ആണ് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് കിട്ടിയതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തോറ്റതായിട്ട് മനസ്സിലാക്കാവുന്നതും പിന്നീട് SSLCയുടെ സേ പരീക്ഷ എഴുതാവുന്നതും ആണ്. അതുപോലെ തന്നെ SSLCയുടെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ സോഷ്യൽ സയൻസിന് C+ ആണ് കിട്ടിയതെന്ന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു C+ കിട്ടുന്നതിന് പകരം ആ ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിച്ചത് എനിക്കൊരു A ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, അതായത് ആ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു, റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ 400 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൈസ അടച്ച് നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ C+ എന്നുള്ളത് റീവാലുവേഷന് ശേഷം വരുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് C+ന് പകരം ഒരു B ഗ്രേഡാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ C+ഉം Bയും നോക്കുന്ന സമയത്ത് B ഗ്രേഡ് കൂടുതൽ ആയിട്ടുള്ള ഗ്രേഡാണ്. അതായത് 10% മാർക്ക് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് B ഗ്രേഡിലേക്ക്, അതായത് ഒരു ഗ്രേഡിൽ നിന്നും അതിൻ്റെ കൂടിയ ഗ്രേഡിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 400 രൂപ തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട് മാർക്ക് കൂടുമെന്ന് റീവാലുവേഷന് കൊടുത്താൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷന് ശേഷം ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരികെ കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കൂടാതെ കുറയുകയാണ്. ഇപ്പോൾ ചില സമയത്ത് ഒരു C+ ഗ്രേഡുള്ള വിദ്യാർത്ഥി ആ ഒരു റീവാലുവേഷൻ അപ്ലൈ ചെയ്ത ശേഷം C+ തന്നെയാണ്. ചില വിദ്യാർത്ഥികൾക്ക് C+ന് പകരം C ഗ്രേഡാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിലും ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് C+ ഗ്രേഡായിട്ടാണ് കണക്കാക്കുക. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡുകളിൽ കൂടിയ ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടെ ഗ്രേഡായിട്ട് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയിൽ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ നല്ല ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.